കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ കേരളത്തിലെ രണ്ടാമത്തെ ആധുനികവൽക്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ഏവൂർ ആറാട്ട് കൊട്ടാരത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലെ ആധുനിക സൗകര്യമുള്ള ഏറ്റവും വലിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടാണിത്. ഉദ്ഘാടനം രമേശ് ചെന്നിത്തല MLA നിർവഹിച്ചു. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ കേരളത്തിലെ രണ്ടാമത്തെ ആധുനികവൽക്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ഏവൂർ ആറാട്ട് കൊട്ടാരത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാനത്തെ ആധുനിക സൗകര്യമുള്ള ഏറ്റവും വലിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടാണ് ഇത്. കാർത്തികപ്പള്ളി താലൂക്കിലെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ കൂട്ടായ്മയായ കാർത്തികപ്പള്ളി താലൂക്ക് ഡ്രൈവിംഗ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിലാണ് ആധുനികവൽക്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ഒരുക്കിയത്. ഇതിന്റെ ഉദ്ഘാടനം രമേശ് ചെന്നിത്തല MLA നിർവഹിച്ചു. പരിശോധനയ്ക്ക് വേണ്ടി വാഹനങ്ങളുടെ പരിശീലനത്തിന് വേണ്ടിയും അതിന് ലൈസൻസ് നൽകാൻ വേണ്ടിയിട്ടുള്ള പരിശീലന കേന്ദ്രമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ അത് ഗവൺമെന്റ് പ്രത്യേക നിർദ്ദേശാനുസരണം അതിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് RTO എന്നോട് ചൂണ്ടിക്കാണിച്ചത്. ഇത് കേരളത്തിൽ നടപ്പാക്കുന്ന രണ്ടാമത്തെ, മന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന രണ്ടാമത്തെ ടെസ്റ്റിംഗ് പരിശീലന കേന്ദ്രമാണ്. ഏറ്റവും വലുതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ടെസ്റ്റിംഗ് പരിശീലന കേന്ദ്രമാണ് ഇന്നിവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആദ്യത്തേത് മാവേലിക്കരയായിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ലൈസൻസിന് വേണ്ടി ആളുകൾ അപേക്ഷിക്കുമ്പോൾ അവർക്ക് പരിശീലനം നൽകണം, ആ ടെസ്റ്റിംഗ് നടത്തണം. ആ ടെസ്റ്റിംഗ് നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വാസ്തവത്തിൽ ഈ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ ഈ നിലയിൽ തന്നെ വേണം. മന്ത്രിയുടെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പാണ്. കാരണം വിശാലമായ സ്ഥലമുണ്ടാകണം, അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ അതിലുണ്ടാകണം. എന്നാൽ മാത്രമേ ലൈസൻസ് ടെസ്റ്റിംഗ് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഏതായാലും ഇതിന് നമ്മുടെ അമ്മ ഇവിടെ നിന്നുള്ള സ്ഥലം നൽകിയുണ്ടായി. ഇത്രയും നല്ല സ്ഥലം കിട്ടിയത് കൊണ്ടാണ് ഭംഗിയായ നിലയിൽ ഇത് നടത്താനുള്ള അവസരം ഉണ്ടായത്. കൂടുതൽ നമുക്കറിയാം, ഇന്ന് വിദേശ രാജ്യത്ത് പോകണമെങ്കിലും നമ്മുടെ നാട്ടിൽ ജോലി കിട്ടണമെങ്കിലും എല്ലാം ലൈസൻസ് ആവശ്യമാണ്. ലൈസൻസ് കൊടുക്കണമെങ്കിൽ നല്ല രീതിയിൽ ഡ്രൈവിംഗ് നടത്തി പരിചയമുണ്ടാകണം. അങ്ങനെ പരിശീലനം സിദ്ധിച്ച ആളുകൾക്ക് ലൈസൻസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് ഇന്നിവിടെ ഉള്ളത്. ഇന്ന് പല ആക്സിഡൻസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വേണ്ടത്ര ഡ്രൈവിംഗ് പരിശീലനമില്ലാതെ ആളുകൾ വാഹനം ഓടിക്കുന്നു എന്നുള്ളതാണ്. 3.25 ഏക്കർ സ്ഥലത്ത് വിശാലമായ പാർക്കിംഗ്, വിശ്രമമുറികൾ, ഓഫീസ്, ടോയ്ലറ്റ് സംവിധാനം, ഏറ്റവും പുതിയ നിയമം അനുസരിച്ച് ടെസ്റ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കായംകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ കീഴിലുള്ള എല്ലാവിധ ടെസ്റ്റുകളും ഇനി മുതൽ ഈ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഗ്രൗണ്ടിലായിരിക്കും നടത്തുക. കുറ്റമറ്റ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികളായ സുധീർ അച്സൽ, ഹാരിസ് ആസാദ്, വിജയകുമാർ അഞ്ജലി, ഗോപൻ രോഹിണി, അനിൽകുമാർ എന്നിവർ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK വേണുകുമാർ അധ്യക്ഷനായി. സുധീർ അച്സൽ സ്വാഗതം പറഞ്ഞു. ടെസ്റ്റ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ മുൻ ഉടമ അഡ്വക്കേറ്റ് G ഈശ്വരി അമ്മയെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോൺ തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ആലപ്പുഴ RTO AK ദീലു, ജോയിന്റ് RTO TP പ്രദീപ് കുമാർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ CB അജിത് കുമാർ, ഹാരിസ് ആസാദ്, വിജയകുമാർ, അഞ്ജലി, ഗോപൻ, സജീവ്, ബിജു, അരുൺ, അനിൽകുമാർ, വർഗീസ് എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.